എന്താണ് വിളിക്കേണ്ടത്? ലതീഷ. പ്രിയപ്പെട്ട ലതീഷയ്ക്ക് എന്തെഴുതണമെന്ന് എനിക്കറിയില്ല. നാം തമ്മിൽ കണ്ടുമുട്ടിയത് തികച്ചും ആകസ്മികമായിട്ടായിരുന്നു. യോ, ഇതൊരു പക്ഷേ ഈശ്വര നിശ്ചയമായിരിക്കാം. ആദ്യ കാഴ്ചയിൽ തന്നെ ഞാൻ നിന്നെ എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ്. ഞാൻ കാത്തിരിക്കുന്നു. വരുമോ? വരും. വരാതിരിക്കില്ല. വരും. വരാതിരിക്കില്ല. സ്വാമി കലാകാരനായ ഒരു കാമുകനും ഇത്രയും കവിഭാവനയുള്ള ഒരു ആയുർവേദവുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സ്വാമിയുടെ മനസ്സിൽ കല ഒളിഞ്ഞു കിടക്കും. ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന പലതും ഞാൻ കമ്പ്യൂട്ടർ മൂലം പുറത്തു കൊണ്ടുവരും. ഞാൻ ഈ കത്ത് ലതീഷയ്ക്ക് കൊടുക്കുന്നു, മറുപടി മേടിക്കുന്നു. ചേച്ചി നോക്കി, തോട്ടിയോട് തുണിയെടുക്കാവുന്ന കള്ളൻ. എന്നെ കൊണ്ട് ഓടിപ്പിക്കുന്നത് നിനക്ക് നന്നല്ല. പറഞ്ഞേ അയ്യോ, കത്തോടെ കമ്പ്യൂട്ടർ കാണിച്ചപ്പോഴേ ഞാൻ കരുതിയതാ എനിക്ക് ഈ ദിവസം മോശമാണെന്ന്. 2+2 ആയിരുന്നു കാണിച്ചത്, മാനഹാനി. അതുപോലെ 3+4 സ്ത്രീ പീഡനം. പിന്നെ സ്വാമിയുടെ കാര്യം ആലോചിച്ചപ്പോ കമ്പ്യൂട്ടറിന്റെ കാര്യം ഞാനങ്ങ് മറന്നുപോയി. അതൊക്കെ പിന്നെ പറയാം. ആ കത്തോടെ മറുപടി കൈ കിട്ടിയപ്പോ താങ്ക്സ് പോലും പറയാതെ പോകുന്ന കാമുകൻ. ഇനി ഇതുപോലെ എത്ര പ്രേമലേഖനങ്ങൾക്ക് ഈ ജാതകകൃഷ്ണ മറുപടി എഴുതാനിരിക്കുന്നു. അക്ഷരം പഠിച്ചതിന്റെ ഒരു ഗുണം ഞാൻ ഇപ്പോഴാ അറിയുന്നു. എനിക്കിഷ്ടമാണ്. എങ്ങനെ പറയുന്നോത്ത് വിഷമിച്ചിരിക്കാതെ ഞാൻ മനസ്സിന്റെ വലത്തെ കൊള്ളുന്നുണ്ട് എപ്പോഴും. ആ മുഖം കാണാൻ എന്ത് ഭംഗിയാ. ഞാൻ ഒരു ഉമ്മ തരട്ടെ? നാണം കെട്ടവൻ. അവന്റെ ഒരു ഉമ്മേ. അയ്യോ, ഈ കത്തില് എന്താ? ഞാൻ പോണ്. എവിടേക്ക്? എന്റെ കഥയാണ്, പുതിയ കഥ. പോയിട്ട് വരും. വിധി അനുവദിക്കുമെങ്കിൽ വീണ്ടും കാണാം. പുള്ളിക്കാരൻ എന്തിനാ എത്ര പ്രയാസപ്പെടും? സാധാരണ പരിപാടി കഴിയുമ്പോ നേരെ ആശുപത്രിയിലേക്ക് എടുക്കാറ്. ഈ മയ്യത്തെടുക്കണ പോലെ. പോട്ടെ. ശരി. ഞാൻ വരില്ലാന്ന് കരുതിയോ? എന്റെ ബൈക്കപ്പ ശരിയാക്കി തരും. അതിപ്പോ ഇപ്പോഴല്ല, നാളെ. ഷുവറാണല്ലോ? പൂവ്, എനിക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് ശരിയാക്കി തരാൻ പറ്റാഞ്ഞത്. അതല്ല ചോദിച്ചത്, ഉറപ്പാണോന്ന്? എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നാളെ വരുമ്പോ ശരിയായിട്ടില്ല പറയരുത്. അയ്യോ, ഞാൻ അങ്ങനത്തെ ആളല്ല. ഞാൻ വിട്ടോട്ടെ. വിടാനോ? എന്ത് വിടാൻ? ഞാൻ പോയിക്കോട്ടെ എന്ന്. ധൈര്യമായിട്ട് പോയിക്കോളൂ. ഇനി ഞങ്ങൾ ഇങ്ങോട്ട് വരത്തില്ല, മനസ്സിലായോ? ഇന്നാള് ഇങ്ങനെ പറഞ്ഞിട്ടാ പോയത്. പിന്നെ എന്തിനാ നാളെ അല്ലാണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്? അല്ല, നാളെ മറ്റന്നാളോ ഞാൻ കൊണ്ടുവന്നു തരാം. ഇതിപ്പോ വേലി കിടന്ന പാമ്പിനെടുത്ത് പത്മനാഭനാണ് സാർ. പാമ്പ്
പാമ്പ് ഓഫീസിന്റെ താഴെ പാമ്പുണ്ടായിരുന്നു പറയാണ് ചിലവരൊക്കെ. ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം. എന്റെ അമ്മേ, എന്റെ പണി പോയാനെ. ഹായ്. അവരൊക്കെ ടൗണിൽ പോയിരിക്കുക. കീ മമ്മിയെ ഏൽപ്പിച്ചിരുന്നതാ. നാളെ ബർത്ത്ഡേ ആണല്ലേ? എന്റെ വകയൊരു സമ്മാനമുണ്ട്. അന്ന് എനിക്ക് കണ്ടപ്പോ തന്നെ ഇഷ്ടായി. പിന്നെ അല്ല ഞാൻ പറയട്ടെ, പറയട്ടെ. ഈ പ്രേമകഥയിൽ ഒരു വില്ലൻ കടന്നു വരാൻ ഞാൻ അനുവദിക്കൂല. അതേത് ശക്തിയായിരുന്നാലും ശരി. അവന്റെ കുടൽ ചേമ്പലേ പാക്ക് ചെയ്യട്ടെ. അവന്റെ കുടൽ ചേമ്പലേ പാക്ക് പണിട്ടുമാ. അയ്യോ കടവുളെ, പാവം കിടക്കും. ആര് കടന്നാലും ശരി, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും. വഴക്കിനും വയ്യവേലിക്കൊന്നും പോകണ്ട. അവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. സ്വാമി ഇക്കാര്യത്തിൽ ഇടപെടരുത്. അവനെ കുറിച്ച് രണ്ട് കൊടുത്താലോ? തല്ലാനോ? അത് വേണോ? വേണം. സ്വാമിക്ക് വേണ്ടി ഞാൻ അവനെ തല്ലു. സ്വാമി ധൈര്യമായിട്ട് പോ. പോട്ടെ. താഹ പറഞ്ഞതല്ലേ, സ്വാമി ധൈര്യമായിട്ട് പൊക്കോ. പോ. പൊക്കോ. ഡോ, താൻ എന്തർത്ഥത്തില്ല സ്വാമിക്ക് ധൈര്യം കൊടുത്ത്? തല്ലാൻ തന്നെ. ഞാൻ തല്ലു. താൻ ഇതുവരെ തല്ല് കൊണ്ടിട്ടുള്ളതല്ലാതെ വല്ലവർക്കും കൊടുത്തിട്ടുണ്ടോ? ഒരു ആവേശപ്പുറത്ത് അങ്ങനെ പറഞ്ഞല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാനിങ് ഇല്ലാതെ നടക്കില്ല. എന്തായാലും അവനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച് ഞാൻ കമ്പ്യൂട്ടറിൽ ഒന്ന് ഫീഡ് ചെയ്യട്ടെ. എങ്ങനെ നടക്കുവോ? നോക്ക. ഞാൻ എത്ര നേരം കാത്തിരിക്കുന്നു. സോറി, പിണങ്ങരുതേ. ഞാനേ ക്യാമ്പിന് പോവാ. എന്ന്? ഈ മാസം 31-ാം തീയതി. വേണ്ട, പോണ്ട. പോകാതെ പറ്റുമോ മോളെ? ഇത് ലൈൻ വേറെയാണല്ലോ. ഈ കഥയിലെ നായിക പറഞ്ഞ ആളല്ലല്ലോ, ഒരു പുതുമുഖമാണല്ലോ. കൊള്ളാം. തുണി മോഷ്ടിക്കാണല്ലേ? കുറച്ചുകൂടെ അടുത്തിരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? സംസാരം കേൾക്കുന്നില്ലല്ലോ. വെറുതെ എന്നെ ഓടിക്കരുത്, എന്റെ പ്രഷർ കൂടും. നിനക്ക് നന്നല്ല. എന്താ എന്ത് വേണം? എന്താ? ഒരു സഹായം വേണം. സാമ്പത്തിക സഹായം വല്ലതുമാണെങ്കിൽ വീട്ടിൽ വരണം. അയ്യോ, എന്നെ കണ്ട അങ്ങനെയാണെന്ന് തോന്നുമോ സർ? ഇത് സാമ്പത്തികമല്ല, ശാരീരികവും മാനസികവുമായ ഒരു സഹായമാണ്. മനസ്സിലായില്ല. എന്താ? അത് ഈ കോർട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല, അങ്ങോട്ട് മാറി വന്നാ പറയാം. വിജയലക്ഷ്മിയെ കാണാനും കല്യാണം കഴിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടായിത്തരാം. അല്ല, നിങ്ങളാരാ? വിജയലക്ഷ്മിയുടെ അമ്മാവൻ. വെറുതെ ആലിന്റെ ചോട്ടിലും അമ്പലക്കുളത്തിലും കുറ്റിക്കാട്ടിലും കടപ്പുറത്തൊന്നും കറങ്ങി തിരിയേണ്ട കാര്യമില്ല. ആലോചിക്കാൻ ഒന്നുമില്ല, എല്ലാം മംഗളമായിട്ട് ഭവിക്കും. ഞാനല്ലേ പറയുന്നത്? ഞങ്ങളെ അനുഗ്രഹിക്കണം.
കൈയും വെച്ചുകൊണ്ട് മരണത്തെ മുന്നിൽ കാണുന്ന നിമിഷങ്ങളാണ്. എല്ലാം സ്വാമിക്ക് വേണ്ടി, സ്വാമിക്ക് വേണ്ടി ചിലപ്പോൾ ഞങ്ങൾ മരിച്ചു വീണെന്നും വരാം. അതിൽ സ്വാമി ദുഃഖിക്കരുത്. മനുഷ്യട്ടെങ്കിൽ വേട്ടാ. സ്വാമി ഒരല്പം മാറി ഒതുങ്ങി നിന്നോ. എന്തളവൊക്കെ വേണമാ? അളവൊന്നും ഇതല്ല സ്വാമി. ബാക്കി നമുക്ക് പരിപാടി സ്ഥലത്ത് വെച്ച് കാണാം. സ്വാമിയോട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാവരും അഡ്ജസ്റ്റ്മെന്റിലായിരിക്കണം. കാര്യങ്ങൾ തല്ലൊന്നും ദേഹത്ത് കൊള്ളരുത് കേട്ടോ. ദേഹം നോക്കരുത്. ഇവിടെ ആരുമില്ലേ? അയ്യോ അമ്മേ, അയ്യോ ആരുമില്ല. എന്താ അവിടെ? ഒന്നുമില്ലണ്ണ. ഒന്നുമില്ലേ? എന്താ കയ്യില്? നോട്ടാ. ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ ഇതാണല്ലേ പണി? സ്വയം പര്യാപ്തത നേടാത്ത ഒരു രാഷ്ട്രത്തിലെ പൗരൻ വേറെന്ത് ചെയ്യാനാ? മോഷ്ടിക്കണം. അമ്മേ, എന്താണ് അമ്മ വിളിക്കുന്നത്? എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ്. ഞാൻ കാത്തിരിക്കുന്നു. വരുമോ? എന്നടാ? ഒന്നുമില്ലമ്മാ. താങ്ക് യു. നമുക്ക് വീണ്ടും കാണാം. എന്തു പറ്റി? എന്താന്നും മിണ്ടാത്തത്? എന്തു പറ്റി കൃഷ്ണ? എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കിത് പറയാനുള്ള ശക്തിയില്ല. താഹ പറയും. എന്താ? എന്നോടൊന്നും ചോദിക്കരുത്. എനിക്കും അത് പറയാനുള്ള ശക്തിയില്ല. കൃഷ്ണൻ പറയും. താൻ പറ. താൻ പറ. താൻ പറയണം. താൻ പറയണം. താൻ പറയൂ. താൻ പറയൂ. ആരെങ്കിലും ഒന്ന് പറയേ. അതൊരു കഥയാണ് സ്വാമി. കഥ. നമ്മൾ ഇന്നലെ മർദ്ദിച്ച് അവശനാക്കിയ ആ യുവാവുണ്ടല്ലോ, കിഷോർ. അയാൾക്ക് എന്തു പറ്റി? അയാൾ മരിച്ചിട്ടില്ല. അതെ. അയ്യേ, അതിനെന്തിനിങ്ങനെ കരയുന്നത്? മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഹതഭാഗ്യനാണ് അയാൾ. എന്താ, അയാൾക്കുള്ള രോഗമാണോ? രോഗമാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഭാഗ്യവാൻ. ഇത് ജാതകദോഷമാണെന്നാണ് കൃഷ്ണൻ പറയുന്നത്. യെസ്. 10+10+4 24. 24 വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചില്ലെങ്കിൽ അയാൾ മരിച്ചു പോകും. അതിനു മുമ്പ് അയാൾ കല്യാണം കഴിച്ചോട്ടെ. അതിനെന്താ കുഴപ്പം? കുഴപ്പമുണ്ട് കൃഷ്ണ. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള വീട്ടിലെ ഒരു പെൺകുട്ടിയെ അയാൾക്ക് വിവാഹം കഴിക്കാൻ പാടുള്ളൂ. ആ ദിക്കിലാകെ 2 പെൺകുട്ടികളെ വിവാഹം കഴിക്കാത്തതായിട്ടുള്ളൂ. ഒന്ന് ലത്തീഷ, മറ്റൊന്ന് വിജയലക്ഷ്മി. ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞില്ലെന്ന് വെച്ചാൽ ഇത്ര സന്ദർഭങ്ങളിൽ
അമ്മേ നീ ബാത്റൂമിൽ ആ ഗണപതി ഇല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. ഓ ഇതിന്റെ അകത്തുണ്ടല്ലോ. ഓ എടാ വാതിൽ നോക്കാൻ. അകത്താളുണ്ട്. അകത്താളുണ്ടെന്ന് മനസ്സിലായി. വാതിൽ നോക്കാൻ. നാശി അപ്പനെ കൊണ്ട് തോറ്റു. ഓ എന്റെ പ്രശ്നം തീർന്നിട്ടില്ല. അതിലും വലിയ പ്രശ്നമാണ് എന്റെ. അപ്പ ഇത് എന്റെ കാശിന്റെ കൊഴുപ്പല്ലട നിന്റെ മേത്ത് കണ്ണേ. നീ മാറിക്കും. നിനക്ക് അത്ര ധൃതി ഉണ്ടെങ്കിലേ നീ റോട്ടിലൊരു തലയിൽ മുണ്ടിട്ട് പോടാ. അപ്പ മനുഷ്യനാകെ പ്രാന്ത് പിടിച്ചിരിക്കുന്നു. ചവിട്ടി ഞാൻ. എവിടെയാ മരന്തൻ? ഉണർന്നില്ലേ? അവൻ നല്ല കക്ഷിയാ. ഇന്ന് അവനെ ഞാൻ എവിടെയാണ്? എന്താ നീ എന്ത് പണിയായി കാണിക്കുന്നേ? നല്ല പാർട്ടിയാ. നേരെ ഉച്ചയായി. വന്നേ എഴുന്നേറ്റ് പണ്ട് മുതലേ ഇവനിങ്ങനെയാ. ഒരു കാര്യം പറഞ്ഞ അതുപോലെ ചെയ്യത്തില്ല. ഹോസ്റ്റലി വെച്ച് ഇവനെ എന്നും വിളിച്ചെടുത്ത് ഞാനാ. അല്ലടാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. നീ എന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഇവിടെ? പിന്നെ ഞാൻ അമ്മച്ചോട് ആ പറയാതിരിക്കില്ല. ഞങ്ങൾ എത്ര വർഷം ഒരുമിച്ച് ഒരേ മുറിയിൽ. അല്ലടാ? അതെ, ഒരു മുറിയിൽ ഞങ്ങൾ ഒന്നിച്ച്. എന്നെ മുറി? അമ്മ അതൊക്കെ പിന്നെ പറയാം. നീ പോയി വേഗം കുളിച്ചിട്ട് റെഡിയാക്. ഞാൻ ഇവിടെ ഇരിക്കാം. അല്ല അത് ശരിയാവത്തില്ല. നമ്മൾ എന്തോടെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല. വിട്ടുവാ പൊക്കാറിട്ടും വിടാൻ. ശരിയാവത്തില്ല. എന്താ അമ്മേ? നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സത്യമായിട്ട് എന്നെ കാത്തിരുന്ന നീ ബുദ്ധിമുട്ടിലാവും. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നീ പോയി കുളിച്ചിട്ട് വാ. ഞാൻ കുളിക്കുന്നില്ല. ഒരു പനി. പനിയാ? നീ നേരത്തെ അതേ പറ്റി ഒന്ന് ചൊല്ലല്ലേ? അതെപ്പടി சொல்ல முடியும்? ഇന്ന് കാലേ തന്നെ. ശരി, പനി ഇരുന്നാ തല കുളിക്ക വേണ്ട, ഉടമ്പ് മട്ടും കുളിച്ചിട്ട് വാ. അത് വേണ്ട, അത് ശരിയാവില്ല. അതെന്താ? ഓ അത് ശരിയാവില്ല. അത് ശരിയാവില്ല. ഉനക്ക് ഒന്നുമേ പുരിയാതമ്മാ. ഉൻ പേരെന്നപ്പാ? കിഷോർ. ഓ പൊക്കാറേ, ഞാൻ കാപ്പി എടുത്തിട്ട് വരാം. അയ്യോ, അവൻ കാപ്പി കഴിക്കില്ല. ഇപ്പൊ കുടിക്കും. ഇപ്പൊ കുടിച്ചു തുടങ്ങി. കുടിക്കാമേ? അമ്മ പോയി കാപ്പി എടുത്തിട്ടോ. അയ്യോ എന്നടാ പതി, എന്നാச்சு? கொஞ்சம் பாருமா. വാങ്ങളെ. എന്നടാ? അമ്മ അപ്പ ഉള്ള പോയിട്ട് 2-3 മണിക്കൂറായി, ഇതുവരെ കാണുന്നില്ല. ஐயோ கடவுளே, என்னாச்சு அவருக்கு? ஏற்கனவே அவங்களுக்கு ஹார்ட் வீக்குதா? என்னங்க கதவு திறந்துருங்க, ஒரு வார்த்தையாவது பேசுங்க. ஐயோ எடா, உங்க அப்பா உள்ளே போய் ரொம்ப நேரம் ஆயிடுச்சுடா, இன்னும் காணோம். எனக்கு பயமாவுதுடா. அப்பா அப்பா. ஐயோ கடவுளே, என்னாச்சு? ஐயோ என்ன வருது? பூதமா? ஐயோ என் வீட்டுக்காரங்க, என் புருஷனை காணோம். ஐயோ என்ன உங்க வேஸ்ட் எங்க? பக்கெட் கொடுக்கு. என்னப்பா இந்த மாதிரி? എവിടെ പോയി? ആ വലിയ സാമ്യോ എന്തേ? ഞാൻ അനന്തിനെ അന്വേഷിച്ചു വന്നതാ. അവിടെ ഇല്ലേ? ഇല്ല. എന്നാ പുറത്തെവിടെയും പോയി കാണും. സാമി ഇരിക്കും. ഒരു പായല്ലോ. പായില്ലേ? ഇല്ല. ഇല്ലേ? പായില്ലേ? ഇത്രയും കാലം നിങ്ങളോട് താമസിച്ചിട്ട് ഒരു പായ വാങ്ങി വെക്കാൻ പറ്റില്ല. വലിയ കഷ്ടം അത്. അങ്ങനെയല്ലാന്ന്, അതിന് ഇഷ്ടം പോലെ പായും കിടക്കൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ആ പാ അല്ലത്. ഇത് സരിഗമപ്പ ഗമ വരെ ഓക്കെ. സരിഗമപ്പ പാന കെട്ടണ്ടില്ല, ശവം പോലെ എടുത്ത് കണ്ടില്ല നിങ്ങള്? എപ്പോഴാ പോയത്? ഇന്നലെ. ഇന്ന് രാവിലെ പെട്ടെടുത്ത് നോക്കുമ്പോ പാല്ല. അത് ശരി. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എന്റെ കൊലക്കേസറ്റാ? ഇതിലൊരു അക്ഷരം പോയതാന്ന്. ഇതിനെ പറ്റി വല്ലതും അറിയോ? ഓ ഇതിലപ്പാ. അത് ശരിയാക്കി തരാം. എനിക്കറിയാതെ. പ്രശ്നമില്ല. ഇത് ഹാർമോണിയം അല്ലേ? പിന്നെന്താ, ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്ത്. ചെറുതല്ല, വലുത് തന്നെ തരാം. ആയിക്കോട്ടെ. മതി, ഇതൊന്നും പ്രശ്നമില്ല. നീങ്ങിക്ക്. ഞാൻ തരാം. പേടിക്കുന്ന ഓരോന്ന് ഞാൻ തരാം. പിടിച്ചോ. എന്താ ഉണ്ട്? എന്താ സ്വാമി നിങ്ങൾ ഇങ്ങനെ കുലുക്കി നോക്കണ്? പാവം പാതില് വീണെടുക്കുക. കേട്ടാ കേട്ടാ.
ഇതാണ് പാ. நாங்க இவட வந்ததிலிருந்தே எனக்கு தெரியும். புகழ்த்தி പറയുകയാണെന്ന് நினைக்காதீங்க. ഇത്ര അടക്കം ഒതുക്കമുള്ള ഒരു പൊണ്ണെ ഞാൻ പാത്തതേ കിടയാതെ. ഞാൻ ചോദിച്ച 15 രൂപ ഇങ്ങ് തന്നാട്ടെ. 15 രൂപയോ? 5 പൈസ തരത്തില്ല. അപ്പൊ തരില്ലേ? ഇല്ല. മേടിക്കാവുന്ന ഞാനും നോക്കട്ടെ. എന്നാ ഞാനൊന്ന് മേടിച്ചാട്ടെ. എന്റെ രാത്രികൾ നിദ്രാവിഹീനങ്ങളാവുകയാണ്. നീ വരുമോ? ഈ മനുഷ്യനെ ആവശ്യമില്ലാതെ അനന്താ, ഉനക്ക് தெரியுமாடா இவங்களெல்லாம்? ഇല്ല. நம்ம ஒற்றப்பாலத்துல குடியிருக்கும் போது பக்கத்து வீட்டு கோபால மாஷு ஒருத்தர் இருந்தாரே, அவங்க புள்ளதாண்டா இது சிவராம. அப்படியா? ஆமா. எதுக்காக அவருங்க வந்தமா? நம்ம பிந்து இல்ல, அவளை பொண்ணு பார்க்க வந்திருக்காரு. அப்படியா? நம்ம பிந்துவா? டேய் உள்ள போடா. பெரியவங்க பேசும்போது உனக்கு என்னடா இங்க வேலை? போய் படியடா, நான் காபி போட்டுட்டு வரேன். നീ വരുമോ? തമാശ വെറുതെ. ഉക്കറുങ്ക സിഡോൺ. എക്സ്ക്യൂസ് മീ, 1 മിനിറ്റ്. ഇപ്പൊ വരാം. വരും, ഒരു കാര്യം പറയട്ടെ. നല്ല വീടല്ലേ? അതെ. നിന്റെ ബ്രോക്കർ പണി ഇന്നത്തെ തേണ്ടി. അടിയോടടി അടിയോടടി തകിലടി തപ്പടി താളം കൂട്ടിയടി മെതിയടി ചെകിടടി കയ്യടി കാലടി മുഖമടി ചാനടി. അതെ, ഭീകരിയായ മനുഷ്യസ്ത്രീ 2 മനുഷ്യാത്മാക്കളെ തേടി നടന്നു വരികയാണ്. ജീവിതത്തിന്റെ മോഹഭംഗങ്ങളിൽ, ദാരിദ്ര്യത്തിന്റെ സമ്പന്നതയിൽ ഇതൊന്നും അറിയാത്ത പാവം മനുഷ്യർ അവരുടെ താവളങ്ങളിൽ പാട്ടുപാടി ആഹ്ലാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതാ ഇവിടെ അവൾ ആ താവളത്തിന് മുമ്പിൽ എത്തിക്കഴിഞ്ഞു. എന്തും സംഭവിക്കാവുന്ന നിമിഷങ്ങൾ. അതും ഞാനോ? കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ റിഹേഴ്സൽ കണ്ടിന്യൂ ചെയ്തോ, ഞാൻ ഇപ്പോ വരാം. ഞങ്ങൾക്കൊരു പരാതിയില്ല. നമസ്കാരമോ? അയ്യോ, അല്ലോ. അടിയോടടി അടിയോടടി തകിലടി തപ്പടി താളം കൂട്ടിയടി പ്രസിദ്ധ ഗായകൻ. നെതിയടി ചെകിടടി കയ്യടി കാലടി മുഖമടി ചാഞ്ഞടി. ചെല്ലിയല്ലേ, ഒരു പരുവം കിട്ടിട്ടുണ്ട്. ആരെ? നിങ്ങളുടെ ആളെ തന്നെ. ആ ചെല്ല്. സ്വാമി ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യുമെന്ന് ഞങ്ങള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അയ്യോ, എന്ത് ചതി? ആ SI യുടെ സഹോദരിയെ പറ്റി ഞങ്ങൾ പറഞ്ഞത് വെറുതെയാ. അയ്യോ, ഒരു കഥാപ്രസംഗ വേദിയിലായിരുന്നു സംഭവിച്ചെങ്കിൽ എത്ര മനോഹരമായിരുന്നു. കമ്പ്യൂട്ടർ എന്നെ ചതിച്ചു. ഇക്കാര്യം കമ്പ്യൂട്ടർ എന്നോട് പറഞ്ഞില്ല. നീ സബൂറാക്ക്. ഈ പുതിയ കഥ ഞാനിനി അവിടെ അവതരിപ്പിക്കും. എങ്ങനെ അവതരിപ്പിക്കും? അല്ലോ, 6 മാസം കഴിഞ്ഞേ എനിക്ക് വെളിക്കിറങ്ങാൻ നോക്കൂ. അയ്യോ, മുറിവാന്നോ? അല്ല, അറിവാ. ഓടോ വന്നെ പട്ടരെ. അയ്യേ, ഇങ്ങനെ കരഞ്ഞാലോ? ഛേ, എന്താ നിഷ ഇത്? ഒരു മാപ്രസിദ്ധീകരണത്തിലെ നായകനെ പോലെ നിന്നെയും കൂട്ടി മദ്രാസിലെ കോടമ്പക്കത്തേക്ക് ഒളിച്ചോടാൻ ഞാൻ തയ്യാറല്ല. എക്സാം കഴിയുന്നതിന് മുമ്പായി അന്ത്യവുമായി നമുക്കൊരു തീരുമാനമെടുക്കാം. ഇപ്പൊ നിഷ പോകും. എനിക്ക് പേടിയാവുന്നുണ്ട് ഗണപതി ചേട്ടാ. ഛേ, നിഷ ധൈര്യമായി പോകും. ഞാനല്ലേ പറയുന്നത്. നീ സ്കൂളിൽ പോയിരുന്നു. സ്കൂൾ ടൈമിൽ നിന്നെ കാണാൻ പാടില്ലാത്ത ചുറ്റുപാടിൽ വെച്ച്
ഞാൻ കണ്ടല്ലോ. അസാൻമാർഗിക പ്രവർത്തനമെന്നാണോ എന്റെ അണ്ണൻ ഉദ്ദേശിക്കുന്നത്? വിളിക്കാൻ നോക്കണ്ട. ഏതാ പെണ്ണ്? അതാണോ കാര്യം? അവൾ എന്റെ ഗേൾഫ്രണ്ടാണ്. കഴിഞ്ഞ 4 വർഷങ്ങളായി ഞങ്ങൾ പ്രണയബദ്ധരാണ്. അപ്പൊ സാറ് 3ാം സ്റ്റാൻഡേർഡ് മുതൽ തുടങ്ങിയോ? ഛേ, അതൊരു മാനസിക വളർച്ചയുടെ പ്രശ്നമാണ്. എനിക്ക് പ്രേമിക്കാൻ ഒരു മൂന്നാമന്റെ ആവശ്യമില്ല. ഓ, അത് ശരി. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇവിടെ നടനമാടിക്കൊണ്ടിരിക്കുന്ന 4ാംകിട പ്രേമ നാടകം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അവന്മാരെ കണ്ടാൽ അറിഞ്ഞുകൂടെ തട്ടിപ്പുകാരാണെന്ന്? തനി തട്ടിപ്പുകാര്. ഇക്കാര്യത്തിൽ അണ്ണൻ ഒരു ശിശുവാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. സംഭവമാകെ ചളമാക്കി കളഞ്ഞില്ലേ? ചവിട്ടി തേച്ച് കുളമാക്കി കളഞ്ഞു. അതിനൊക്കെ അതിൻ്റെതായ രീതിയുണ്ട്. എന്ത് രീതി? കക്ഷി പോകുന്ന വഴിക്ക് വലയും കെട്ടി വലച്ചരടുമായി മാറി നിൽക്കണം. കുടുങ്ങി എന്നൊക്കെ ആദ്യം തോന്നും. പക്ഷേ വല വലിക്കരുത്. ശരിക്കും കുടുങ്ങി കഴിയുമ്പോ ഒരൊറ്റ വലി ആള് വീണിരിക്കും. പിന്നെ കക്ഷി പോണമെങ്കില് നമ്മൾ വല അഴിച്ചു വിടണം. അതിപ്പോ വല എവിടെ കെട്ടും? ഈ കക്ഷി ഒറ്റയ്ക്ക് പോകുന്ന ചില സ്ഥലങ്ങൾ അണ്ണൻ അറിയില്ലേ? കണ്ടുപിടിക്കാം. എങ്കിൽ തയ്യാറായിക്കോളൂ. ലതീഷ. ഹായ്. എന്താ ഇവിടെ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയാലോ. അത് ഐ ലവ് യു. വിജയലക്ഷ്മിയുടെ ബ്രദറാണെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും ഫ്രീ ആയത്. അത് മിസ്യൂസ് ചെയ്യരുത്. ഇനി ഇങ്ങനെ പെരുമാറിയാൽ എന്തായി അണ്ണ? ആകെ നാശമാക്കിയെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഡെസ്പാകുന്നവർക്ക് പറ്റിയതല്ല ഈ പണി. എന്തും നേരിടാനുള്ള ചങ്കൂറ്റം വേണം. ഏതായാലും അണ്ണൻ നനഞ്ഞിറങ്ങി. ഇനി കുളിച്ചു കയറുക. തളരരുത്. വിടാതെ പിന്തുടരണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.